Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. നിങ്ങൾ ഈ പുതിയ വർഷത്തിലേക്ക് കയറാൻ പോകുമ്പോൾ As you are going to step into a new year, നിങ്ങളുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ എത്തിപ്പിടിച്ചോടാൻ ഉള്ള തയ്യാറെടുപ്പോടെ പോകണം. you need to be prepared to grab hold of the promises that you have heard in your life. പുറകോട്ടുള്ളതിലേക്ക് നോക്കണ്ട, നമ്മുടെ മുന്നിൽ ലഭിക്കാൻ പോകുന്ന കനാനിലെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി സ്റ്റെപ്പ് ചെയ്യുക. Do not turn back and look, turn to the front and grab hold of the promises, the promise that you are going to inherit Canaan. കഴിഞ്ഞതും പരാജയങ്ങളും പലരും വേദനിപ്പിച്ചതുമായ കാര്യങ്ങളെല്ലാം വിട്ടുകളയുക. You need to cast away the past where people have said bad things to you, all your failures in life. You need to cast them all away. The Father's love is transforming. പിതാവിന്റെ സ്നേഹം രൂപാന്തരം കൊണ്ടുവരുന്നതാണ്. അതാണ് നമ്മുടെ കർത്താവിന്റെ സ്നേഹം. That is the kind of the love of Christ. 2 Corinthians chapter 5 verse 17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് എഴുതിയിരിക്കുന്നു. In 2 Corinthians chapter 5 verses 17 we read, therefore if any man be in Christ, he is a new creature, all things are passed away, behold all things have become new. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 1 മുതൽ പഠിക്കുമ്പോൾ ഒരു സക്കായൂസിനെ കുറിച്ച് അവിടെ കാണുവാൻ കഴിയും. When we study the book of Luke chapter 19 verses 1 onwards, we can see a person called Zacchaeus. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, Zacchaeus was a dishonest tax collector. 19-ാം അധ്യായത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, സക്കായി അനീതിയുള്ള ഒരു ചുങ്കക്കാരനായിരുന്നു. അവൻ സമൂഹത്തിന് വളരെ അവഗണിക്കപ്പെട്ടവനായിരുന്നു. He was a person who was not given any importance in the society. സത്യസന്ധതയില്ലാത്തവനായിരുന്നു. He was a very dishonest person. അവനൊരു ചുങ്കക്കാരനായിരുന്നു. He was a tax collector. But one encounter with Jesus changed everything. എന്നാൽ കർത്താവുമായുള്ള ഒരു കണ്ടുമുട്ടൽ തന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുവാനിടയായി. The moment he felt loved and seen by God, he gave back what he stole and lived a new life. കർത്താവിനാൽ താൻ സ്നേഹിക്കപ്പെട്ടപ്പോൾ, കർത്താവിനാൽ താൻ കാണപ്പെട്ടപ്പോൾ, താൻ മോഷ്ടിച്ചതെല്ലാം തിരികെ നൽകി തന്റെ ജീവിതം കർത്താവിനായി സമർപ്പിപ്പാനിടയായി. അതാണ് രൂപാന്തരപ്പെട്ട ഹൃദയം. That is the transformed heart. തെറ്റാണെന്ന് സമ്മതിക്കുക. You need to acknowledge what is wrong. ദൈവമുമ്പാകെ സമ്മതിക്കുക. And in the presence of God you need to acknowledge it. അതെല്ലാം ദൈവം ക്ഷമിക്കും. And God is forgiving of all of it. നമ്മൾ മനുഷ്യനെ പലപ്പോഴും നമ്മെ തകർക്കാൻ നോക്കും. Many a times people might come to destroy us. Love transforms more powerfully than rules ever can. നിയമങ്ങൾക്ക് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതിലേറെ ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. അതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയത്. That is what is necessary in our lives. When people encounter the Father's love, their heart change, not because of fear but because of grace. പിതാവിന്റെ സ്നേഹവുമായുള്ള ഒരു കൂടിക്കാഴ്ചയിൽ ഹൃദയങ്ങൾ രൂപാന്തരം പ്രാപിക്കുന്നു, ഭയം കൊണ്ടല്ല, കൃപയാലത്രേ. രൂപാന്തരം വന്നു കഴിയുമ്പോൾ, when transformation happens, നമ്മുടെ നെയിം ചേഞ്ച് ചെയ്യുന്നു. our names are changed, നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നു. our circumstances are changed. നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു. A peaceful atmosphere is created within our hearts. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ രൂപാന്തരത്തിലാണ്. All of these things happens when our hearts are transformed. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. I am going to pray for you. ഈ പുതിയ വർഷത്തിലേക്ക് കയറുമ്പോൾ, as you step into this new year, പാപ സ്വഭാവത്തിൽ നിന്നൊരു വിടുതൽ ഉണ്ടാകണം. You need to be delivered of all the sinful habits in your life. മദ്യപാനത്തിൽ നിന്നും ആൽക്കഹോൾ ഏരിയയിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടാകണം. You need to be delivered of alcohol addictions.
നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരട്ടെ. And there should be great changes in our lives. രൂപാന്തരം ഉണ്ടാകട്ടെ. There should be transformation happening in our lives. ദൈവകരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കപ്പെടാൻ പോകും. And you are going to be used by the hand of God. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I am going to pray for you. ഞങ്ങളുടെ കർത്താവേ, Our Lord, ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. oh, right now I present these people into your hands. അങ്ങയുടെ മഹിമ വെളിപ്പെടണമേ. Oh, may your glory be revealed. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. Oh Lord, I bless this people. ഈ ജനത്തിന്മേൽ ഒരു വിടുതൽ ദൈവം കൽപ്പിക്കണമേ. Oh, declare a deliverance upon this people. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. May your glory descend upon these people. അങ്ങ് അത്ഭുതം ചെയ്യണമേ. Oh, do a great miracle, oh Lord. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. മറക്കരുത്, ഈ വർഷം വരെ പോയതുപോലെയല്ല, വരുന്ന വർഷം ഒരു പുതിയ മനുഷ്യനായി മുന്നോട്ട് പോകണം. God bless you. I want to remind ഒരു you. സാക്രിഫിഷ്യൽ ലവ് നമുക്കുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. I want to remind you, it's not like how you came through this year. You are going to step into a new year with a sacrificial love. God bless you.